സർ, ചൈന ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി നിർത്തലാക്കുകയാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു ഉദാഹരണത്തിന് 500ഓളം ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഇനി അത് കുത്തനെ കുറഞ്ഞ 40 അല്ലെങ്കിൽ 30 എണ്ണം എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങും. ചൈനയുടെ ഈ നീക്കം ഇലക്ട്രിക് വാഹന രംഗത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചടിയാവുകയല്ലേ? ചൈന വളരെ ബുദ്ധിപൂർവം, അതായത് ഇലക്ട്രിക് വാഹന രംഗത്ത് ലോകത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ഇപ്പൊ എല്ലാവരും ആ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മാത്രം ഉദ്ദേശിച്ചല്ല, ലോകത്ത് മൊത്തവും ഈ പറയുന്ന പോലെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൈനയാണ് 67%, എനിക്ക് തോന്നുന്നു, ഇതിന്റെ മൊണോപ്പൊളി അല്ലെങ്കിൽ ബാറ്ററി നിർമ്മാണം, അതിന്റെ ലിഥിയം ഉൾപ്പെടെയുള്ളത് കൈകാര്യം ചെയ്യുന്നതും കയറ്റുമതി ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ്. അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വേണം പല രാജ്യങ്ങളിലും ബാറ്ററി ഉൾപ്പെടെയുള്ളതും അല്ലെങ്കിൽ ഈ ലിഥിയം എന്ന് പറയുന്ന സാധനം പ്രോസസ്സ് ചെയ്യുന്നതിന്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ളത് ഈ പറയുന്ന കമ്പനികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി ചൈന. നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇനിയും ഇപ്പൊ നിലവിലുള്ളതിനകത്ത് ഈ പറയുന്ന വ്യവസായം, നിക്ഷേപം, സഹകരണം എന്നുള്ള രീതിയിലേക്ക് രാജ്യങ്ങൾ പരസ്പരം പോകുമ്പോൾ ഇനിയും ഈ പറയുന്ന നിയന്ത്രണം, അത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ചൈനയുടെ ഗവൺമെന്റിന്റെ പ്രത്യേക ലൈസൻസ് അല്ലെങ്കിൽ അത്തരത്തിൽ നിർദ്ദേശം, ലൈസൻസ് എന്ന് പറയുമ്പോൾ അതാണ് വേണം. അപ്പൊ മാത്രം അങ്ങനെ വരുമ്പോൾ ഇതിന്റെ സാങ്കേതിക വിദ്യ ഉള്ള കമ്പനികൾ ഒരുപക്ഷെ ചൈനയിൽ മാത്രം അത് ഹോൾഡ് ചെയ്യേണ്ടി വരും. മറ്റ് രാജ്യങ്ങളിൽ പോയി അത്തരത്തിൽ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇതിന്റെ പ്രോസസ്സിംഗ്, മറ്റ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ, അതായത് നിയന്ത്രണത്തിൽ, ചൈനയുടെ നിയന്ത്രണത്തിൽ മാത്രം. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇപ്പം അവിടുന്ന് ബാറ്ററി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ, നമ്മളിപ്പോ ഒരു 500 വണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി നമുക്ക് 100 പറ്റുള്ളൂ. അപ്പൊ ഈ നമുക്ക് 500 വണ്ടി വിൽക്കുന്ന സമയത്ത് 100 മാത്രമാകുമ്പോൾ ഈ 400 പേര് കരുതിയല്ലേ നമ്മുടെ ഈ വാഹനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അവർ വേറെ കമ്പനിയെ പ്രിഫർ ചെയ്യും. കമ്പനിയെ പ്രിഫർ ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, ഏറ്റവും ചോയ്സ് ഉള്ളതുമായിട്ടുള്ള ചൈന വരത്തില്ല. ഇപ്പം ഇന്ത്യയെ ഉദ്ദേശിക്കുന്നുണ്ടാണ്. ഇന്ത്യ ടാറ്റ, ഈ പറയുന്നത് പോലെ മഹീന്ദ്ര ഒക്കെ വലിയ രീതിയിലേക്ക് ലോക നിലവാരത്തിൽ ഉള്ള കമ്പനി അല്ലെങ്കിൽ വാഹനങ്ങൾ, മസ്കിന്റെ വാഹനത്തിനോട് പോലും കിടപിടിക്കത്തക്ക രീതിയിലേക്ക് അല്ലെങ്കിൽ മത്സരിക്കത്തക്ക രീതിയിലേക്കുള്ള പുതിയ പുതിയ വളരെ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ആകർഷിക്കത്തക്കുള്ള മോഡലുകളും അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഒക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി ലോകത്തിൽ ഈ മാനുഫാക്ചറിങ് രംഗത്ത് അല്ലെങ്കിൽ എല്ലാ സാങ്കേതികതയുടെയും രംഗത്ത് മുമ്പിൽ പോകണമെന്നും അവരെ മറികടക്കാൻ മറ്റ് രാജ്യങ്ങൾക്ക് അവസരം ഉണ്ടാക്കുന്നതിന് അസ്വസ്ഥമാകുന്നതുമായിട്ടുള്ള രാജ്യമാണ് ചൈന. അപ്പൊ ഇപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ, നേരത്തെ യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക ഉള്ളത് പോലെയുള്ള വാഹന വിപണിയുടെ അതേ നിലവാരത്തിൽ ഒരുപക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സ്വന്തം മഹീന്ദ്ര ഉണ്ട്, നമ്മുടെ സ്വന്തം ടാറ്റ ഉണ്ട്. വേറെ മറ്റ് രാജ്യങ്ങളുടെ അല്ല, ഇവിടുത്തെ സ്വന്തം പ്രോഡക്റ്റ്. അപ്പം അവരിപ്പം ടാറ്റ അറിയാമല്ലോ, ടാറ്റയും ഈ മഹീന്ദ്രയുമാണ് ഈ പറയുന്ന ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരതിന്റെ ഏറ്റവും കൂടുതൽ ചോയ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഈ ബാറ്ററിയെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ബാറ്ററി ലിഥിയം എന്നുള്ള ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ബാറ്ററി നിർമ്മിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തു, അതിന്റെയൊക്കെ കൂടുതലായിട്ട് ഉള്ളത് ഈ പറയുന്നത് പോലെ ചൈനയിലാണ്. വില കുറച്ച് കിട്ടുന്നത് ചൈനയിലാണ്. അതാണ് BYD എന്ന് പറയുന്ന ഒരു കമ്പനി പറയാം ലോക നിലവാരത്തിൽ ഒരുപക്ഷെ മസ്കിന്റെ കാറുകൾക്കൊക്കെ വെല്ലുവിളിയായിട്ടുണ്ട്. അവർക്ക് ആദ്യം ഈ ബാറ്ററിയുടെ പരിപാടിയായിരുന്നു. അവർക്ക് ബാറ്ററി ഉൽപാദന രംഗത്തായിരുന്നു അത്. പെട്ടെന്നാണ് ഒരു കാർ കമ്പനി ആയിട്ട് അവരുടെ മോഡലുകളൊക്കെ വളരെ ആകർഷണീയമാണ്. നമ്മുടെ ഇന്ത്യയിൽ കൂടെ കൂടുന്നത്. അപ്പൊ ഇത് ലോകത്തെ അത് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കുന്നതിന്റെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുമ്പുള്ള കണക്കെടുക്കുമ്പോൾ മസ്കിന്റെ വാഹനത്തിനെക്കാട്ടിൽ മുന്നിപ്പോയി ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്നതിനകത്ത്. അവർക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് 67% അവരുടെ മൊണോപ്പൊളി അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഈ ബാറ്ററി കയറ്റുമതിയും അവരുടെ സാങ്കേതിക വിദ്യയുടെ കയറ്റുമതിയും വിപുലമാക്കുന്നതിനും വിശാലമാക്കുന്നതിനോ ഇല്ല. അതിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി. അതായത് ഈ മൊണോപ്പൊളി ഒരു പക്ഷേ ഇവർ ഇങ്ങനെ ചവിട്ടിപ്പിടിക്കുന്നത് കൊണ്ട് അവർക്ക് ബോധ്യമായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നാണ് ലോകത്തുടനീളം ഇത്തരത്തിൽ ബാറ്ററി അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിങ്ങിനും വേണ്ട സംവിധാനം ഉപയോഗിക്കുന്നത്. അപ്പൊ നിയന്ത്രണം ഏർപ്പെടുത്തിയ ലോകത്തുടനീളം ഇലക്ട്രിക് വാഹനങ്ങളുടെ കുത്തക ചൈനയുടെ കയ്യിൽ മാത്രമായി പോകുന്ന അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതിന് കാരണം കൂടി പറയുന്നത് ഇനി അങ്ങോട്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു കടന്നുവരവ് വളരെ കൂടുതലായിരിക്കും. നമുക്കറിയാമല്ലോ, ആഗോള രീതിയിൽ
ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനവും അല്ലെങ്കിൽ പൊല്യൂഷന്റെ പ്രശ്നവും ഒക്കെ, അതുപോലെ ലോകത്തിലുള്ള ലോക രാജ്യങ്ങളുടെ പല സംഘടനകളുടെയൊക്കെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ടും അവരുടെ മാത്രമാവുന്നു. അതിനകത്തുനിന്ന് വരുന്ന വരുമാനം ഒരു പരിധി വരെ അവരുടെ മാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ 67 അത് 70-80% ആയാൽ തന്നെ ലോകത്ത് അങ്ങനെ എന്നാൽ തന്നെ അതിന്റെ ഒരു വ്യത്യാസവും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു നേട്ടവും അറിയാലോ. പ്രധാനമായിട്ടും ഈ പറയുന്ന ഇന്ത്യയോട് കൂടി മത്സരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ആ രീതിയിൽ ചൈനയ്ക്ക് കിടപിടിക്കുന്ന രീതിയിലേക്ക് ഇലക്ട്രിക് രംഗത്തും അല്ലെങ്കിൽ മറ്റു രീതിയിലും ഒക്കെ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ ഉദ്ദേശിച്ചു ഇതിന്റെ കൂടെ ഇന്ത്യയും ഇത് ബാധിക്കുന്ന ഒരു അവസ്ഥ. നേരത്തെ നമുക്കിട്ട് ഈ അമേരിക്കയുടെ താരിഫിലിട്ടൊരു പണി വരുന്നത് റെയർ മെറ്റൽസ് ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ വിമാനങ്ങൾ, ബോംബുകൾ, ഹെലികോപ്റ്ററുകൾ, മറ്റു ചില ഇതുപോലെ പ്രധാനപ്പെട്ടമായ ചില കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി റെയർ മെറ്റീരിയൽസിന്റെ ഏറ്റവും കൂടുതൽ ശേഖരമുള്ളതിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് കയറ്റുമതി നടത്തുന്നതുമായിട്ടുള്ള രാജ്യമാണ് ചൈന. അവരുടെ കയ്യിലാണ് ഇതിന്റെ റെയർ മെറ്റീരിയൽസിന്റെ ഒരു ഇത് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അതിനകത്താണ് ആ ഒരു വിഷയം വന്നപ്പോഴാണ് താരിഫിന്റെ വിഷയം വെച്ച് അമേരിക്ക ഈ പറയുന്ന ചൈനയുടെ അടുത്ത് പ്രശ്നം വന്നപ്പോൾ അവർ റെയർ മെറ്റീരിയൽസ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് അന്ന് പിന്നെ താരിഫ് കോംപ്രമൈസ് ആയി, രാത്രി കോംപ്രമൈസ് ആയിരുന്നില്ല. 500% താരിഫ് അമേരിക്ക വെട്ടിക്കുറച്ച് ഈ ഒരു കാര്യം. കാരണം റെയർ മെറ്റീരിയൽസ് കൊടുത്തില്ല ഇപ്പൊ അവന്റെ വിമാനങ്ങളുടെ ഉൾപ്പെടെയുള്ള നിർമ്മാണം അല്ലെങ്കിൽ ബോംബ് നിർമ്മാണം, മറ്റു ചില പ്രധാനപ്പെട്ട നിർമ്മാണങ്ങളൊക്കെ നോക്കും. നമ്മുടെ അടുത്തും പറഞ്ഞ തരത്തില് നമ്മൾ വേറെ പോയി സംവിധാനം ഉണ്ടാക്കിയായിരുന്നു. അതിനാ കഴിഞ്ഞ റെയർ മെറ്റീരിയൽസിന്റെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുന്നതുമായിട്ടുള്ള രാജ്യങ്ങളുടെ അടുത്താണ് കഴിഞ്ഞ ദിവസം 8 രാജ്യങ്ങളിൽ 5 ദിവസം കൊണ്ട് മോദി സന്ദർശിച്ചുകൊണ്ട് അവിടെ ആ രാജ്യങ്ങളിൽ അതിനുവേണ്ടിയുള്ള കരാറുകളൊക്കെ മോദി ഒപ്പിട്ട് അപ്പം കാര്യങ്ങൾ നടത്തി. ആ ചൈനയുടെ ആ സോക്കേട് മോദി അങ്ങ് മാറ്റിയായിരുന്നു. ഇപ്പൊ വീണ്ടും ഈ ബാറ്ററിയുടെ സോക്കേട് അദ്ദേഹം മാറ്റും. കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ രാജ്യത്ത് ഈ പറയുന്നതിന്റെ ലിഥിയത്തിന്റെ വൻ ശേഖരമുണ്ട്. ഇന്ത്യയിൽ തന്നെ അതുണ്ട്. പക്ഷെ ഇന്ത്യക്ക് അത് ആ രീതിയിൽ ഖനനം ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി കുറെ സമയമെടുക്കും. ഈ പറയുന്ന റെയർ മെറ്റീരിയൽസിന്റെ വലിയൊരു രീതിയിലുള്ള ഒരു കളക്ഷൻസ് ഇന്ത്യയിലുണ്ട്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്ന് ലോകത്തെങ്ങുമില്ലാത്ത റെയർ ആയിട്ടുള്ള ഈ പറയുന്ന റെയർ മെറ്റീരിയൽസിന്റെ ഒരു വലിയ ഒരു കളക്ഷൻ ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഖനനവും അല്ലെങ്കിൽ മറ്റു രീതിയിലേക്കുള്ള ഡെവലപ്മെന്റ്സിന് കുറെ സമയം എടുക്കും. ആ സമയം വരെ ഈ പറയുന്ന ചൈന നേരത്തെ നമ്മളെ ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ പണി പോലെ നരേന്ദ്രമോദി 4 രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നരേന്ദ്രമോദി പോകുന്നത് ടൂറിനല്ല, ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചാന്നുള്ളത് പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് പോലും മനസ്സിലാവുന്നത്. അപ്പൊ ഇതിന്റെയും ഒരു പ്രശ്നം മോദി അത് പരിഹരിക്കും. മോദിക്ക് അത് പരിഹരിക്കാൻ അറിയാം. ഈ പറയുന്ന ചൈന മനസ്സിൽ കണ്ടപ്പോൾ മോദി മാനത്ത് കണ്ടു കാണും. ഏതായാലും ബാറ്ററി ഓഫ് ചെയ്യാനുള്ള ഒരു പ്ലാനുമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ബാറ്ററി എത്രത്തോളം ഓഫ് ചെയ്യാൻ ചൈനയ്ക്ക് സാധിക്കും എന്നുള്ളത് നാളെ കാലത്തെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കും. യെസ്, എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രശാന്ത് സാറ് പറഞ്ഞതുപോലെ ബാറ്ററി ഉൾപ്പെടെ പിൻവലിക്കാൻ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യാതിരിക്കാൻ ചൈന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇന്ത്യയെ ഉൾപ്പെടെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു സർ.